subscribe to Healthy Flavours and stay healthy. Also press the bell icon to get notified of our new videos. Hi, I'm Deepa from Healthy Flavours. ഇന്ന് ഹെൽത്തി ഫ്ലേവേഴ്സിലൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചക്കക്കുരു കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയപ്പോൾ ആ ചക്കക്കുരു വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി, അതായത് ചക്കക്കുരു മെഴുക്കുവരട്ടി ഹെൽത്തി ഫ്ലേവേഴ്സിലൂടെ ഷെയർ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ചക്കക്കുരു കൊണ്ട് പല ഡിഷസ് ഉണ്ടാക്കുന്നുണ്ടാവും, ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്, അത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പലർക്കും അറിയത്തില്ലായിരിക്കും. ആ ഹെൽത്ത് ബെനിഫിറ്റ്സോട് കൂടി ചക്കക്കുരു മെഴുക്കുവരട്ടി നിങ്ങളിലൂടെ ഷെയർ ചെയ്യുവാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം ഒരു അയൺ കടായിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ പാൻ വെക്കാം, അത് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതായത് നമ്മൾ ചക്കക്കുരു നേരത്തെ മുഴുവനേ ഉള്ളത് നമ്മൾ പുറത്ത് ആ വെള്ള പാട മാറ്റിയിട്ടുള്ള ബ്രൗൺ ആ ലെയറോട് കൂടി നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ചൊരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അത് നീളത്തിലരിഞ്ഞു. പിന്നെ കടുക് വറുക്കാനായിട്ട് കരിവേപ്പില, വറ്റൽമുളക്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ താളിക്കാനായിട്ട്. ഇവിടെ അയൺ കടായി ചൂടായിട്ട് നമുക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ, വറ്റൽമുളക് ആദ്യം ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ. മുളക് ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇപ്പം ചക്കക്കുരു കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി. അതപ്പം അത് ഇതിൻ്റെ കൂടെ കിടന്ന് വേകുമ്പോൾ കുറച്ച് അതിൽ നന്നായിട്ടൊന്ന് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതിൽ പിടിക്കും. നമുക്കൊരു 5 മിനിറ്റ്, വേവുള്ളതുകൊണ്ട് 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് എങ്ങനെയാണ് വെന്തോന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. എണ്ണ കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, അതിൽ അടി പിടിക്കാതെ. കഷ്ണം എന്തോന്നൊന്ന് നോക്കാം. ചൂടാണ്, കൈ കൊണ്ടത് പ്രസ് ചെയ്യാം. വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഉപ്പുണ്ടോ ഈ സമയത്ത് നോക്കുക. കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചെറിയ ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യമേ ഇട്ടാൽ അതിലങ്ങ് അത് ഫുള്ളങ്ങ് ഉടഞ്ഞ് വെന്ത് പോകുന്ന പോലെ ആവും. ഇനി നമുക്ക് ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ ഉള്ളി നല്ല ഒരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താൽ. ഇനി നമ്മളിവിടെ കുറച്ച് മുളക് പൊടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് എരി. ഇതിപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ചതാണ്. അതിൻ്റെ കൂടെ കാശ്മീരി മുളകും കൂടെ ചേർത്താണ്. നോർമൽ നമ്മുടെ സാധാരണ മുളകിൻ്റെ കൂടെ കാശ്മീരി മുളകും കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ കുറച്ച് എരി കുറവാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കളറും കിട്ടും, എരിവും കുറവായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ ഇടുമ്പം ശ്രദ്ധിക്കുക, അതിന് എരിവ് ഭയങ്കര കൂടുതലായിരിക്കും. മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടത് മതി ആവശ്യത്തിന്. ഇനി ചെറിയ തീയിൽ അത് ഒരു 10 മിനിറ്റ് അത് ഒന്ന് ചെറുതായിട്ട് നല്ല ക്രിസ്പി ആവുന്ന പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക്, അത് അടി പിടിക്കാതിരിക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. നമ്മൾ ചക്കക്കുരു നമ്മളിപ്പം ഒത്തിരി റെസിപ്പീസ് നമ്മൾ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷേ ചക്കക്കുരുവിൽ ആർക്കും അറിയത്തില്ല അതിൽ റിച്ച് ഇൻ വൈറ്റമിൻ ബി ആണ്. അതുകൂടാതെ പൊട്ടാഷ്യവും വളരെ കൂടുതലാണ്. അപ്പം വളരെ നല്ലതാണ്.
അതുകൂടാതെ ചക്കക്കുരു എന്ന് പറയുന്നത് ഫുൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ നമ്മുടെ വീക്ക്ലി ഫുൾ ഒരു 1 വീക്ക് ഡയറ്റിനകത്ത് 2-3 പ്രാവശ്യം നമ്മൾ ഇത് ചക്കക്കുരു ആഡ് ചെയ്യുവാണെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ്സും ന്യൂട്രിയൻസും കൂടെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു എനർജി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ചക്കക്കുരു സഹായിക്കുന്നതാണ്. അതുകൂടാതെ നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. അപ്പോൾ ഈ ചക്കക്കുരു നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന റിങ്കിൾസ് നമുക്ക് തടയാനായിട്ട് ചക്കക്കുരു സഹായിക്കും. കൂടാതെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പം ഇപ്പം ഇത് പറയുന്നത് അതിൻ്റെ പുറത്തെ ബ്രൗൺ തൊലി കളയാതെ നമ്മൾ അത് യൂസ് ചെയ്യണമെന്നാണ്. അത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ആ ബ്രൗൺ ലെയർ. അത് കളയാതെ നമ്മളിത് യൂസ് ചെയ്യുക. കൂടാതെ ഇത് നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ളൊരിതാണ്. കൂടാതെ ചക്കക്കുരു എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് ഇത് 2-3 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഈസ് ആക്കും. അതായത് അതിനകത്ത് ഡയറ്ററി ഫൈബർ ഈ ജാക്ക് ഫ്രൂട്ട് സീഡ്സിൽ നിറയെ ഉണ്ട്. അത് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ സമയത്ത് അത് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇൻഡൈജഷൻ നടക്കുന്നതാണെങ്കിൽ ഇപ്പം ഒരു ദിവസം നമുക്ക് ഇൻഡൈജഷൻ ഉള്ള സമയത്താണെങ്കിൽ ഇപ്പം ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട് അതിന് നമ്മൾ ചക്കക്കുരുവിനെ ഒന്ന് നല്ലപോലെ ഉണക്കുക. ഇതിപ്പം ചീത്തയാവത്തില്ല. നമ്മൾ നല്ലപോലെ ഉണക്കി വെച്ചാൽ അതിനെ പൊടിക്കുക, നല്ല ഫൈനായിട്ട് അതിനെ പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതിനെ കലക്കി ചെറുതായിട്ട് കുടിക്കുക. നമ്മുടെ ഇൻഡൈജഷൻ വളരെ പെട്ടെന്ന് മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചക്കക്കുരു ഉറപ്പായിട്ടും നമ്മൾ യൂസ് ചെയ്യുക. അത് എത്ര കിട്ടിയാലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നല്ലപോലെ വെയിലത്തൊന്ന് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ഇത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ശകലം നേരം കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തീ വളരെ കുറച്ച് വയ്ക്കുക. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തീരെ ഒത്തിരി മൂക്കണ്ട. അപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്നെസ് കടിക്കാൻ കിട്ടത്തില്ല. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. എണ്ണയും നമ്മൾ വളരെ കുറച്ചൊരു 3-4 ടീസ്പൂൺ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ചൂടോടെ ആകുമ്പോൾ നമുക്ക് വെറുതെ വേണമെങ്കിൽ ഇത് കഴിക്കാവുന്നതാണ്. വൈകിട്ടൊക്കെ നമുക്കിത് ഒരു 7 മണി സമയത്ത് ചൂടോടെ എന്തെങ്കിലും സൂപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കിത് ട്രൈ ചെയ്യാം. വളരെ എളുപ്പം ചെയ്ത് ചക്കക്കുരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ മുളകും കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചെറിയ ഉള്ളി ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. അതുകൂടാതെ ഇപ്പം നമ്മൾ ഈവനിങ് ഒക്കെ ഇപ്പം ജങ്ക് ഫുഡ് കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിലും കഴിക്കുന്നതിന് പകരം ഇത് വെറുതെ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്താലും ചക്കക്കുരു നമുക്ക് കഴിക്കാം. അതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ട്രൈ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ഇത് ജാക്ക് ഫ്രൂട്ട് സീഡ്സ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ബി ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.